മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീറിന്റെ വാഹന പ്രചരണ പര്യടനം തുടരുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണല്ലോ. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ യാത്ര ഇന്നത്തെ ഈ പരിപാടി മഞ്ചേരിയിലാണ്. ഇത് കഴിയുന്നതോടുകൂടി സ്ഥാനാർത്ഥി പര്യടനം മാത്രമല്ല മറ്റു കുറേ വർക്കുണ്ടായിരുന്നു. അതിന്റെ 4 ഘട്ടം പൂർത്തിയാക്കുകയാണ്. ഇന്നത്തോട് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം 2 അസംബ്ലി മണ്ഡലങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്ത് ഫൈനലായിട്ട് റോഡ് ഷോ കൂടി നടത്തുന്നതോടുകൂടി എല്ലാ പരിപാടികൾ അവസാനിക്കുന്നു. നല്ല റെസ്പോൺസാണ് ആളുകളിൽ നിന്ന് കിട്ടുന്നത്. അവർ വളരെ സന്തോഷവാന്മാരാണ്. വലിയൊരു ഭൂരിപക്ഷം സ്വാഭാവികമായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ അവകാശവാദം സമസ്തയുടെയും യൂത്ത് ലീഗിന്റെ ഒക്കെ വോട്ട് അവർക്ക് അടിയൊഴുക്കായിട്ട് കിട്ടുന്നൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കുകൂട്ടൽ അവരെ ഭാഗത്തുണ്ട്? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സങ്കല്പ ജീവികളാണ്. അവരുടെ വിചാരം തന്നെ അവരെ കയ്യിലാണ് രാജ്യം എന്നാണ്. രാജ്യത്ത് അവരൊന്നുമല്ല. ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റം അതിൽ CPM ഒന്നുമല്ല എങ്കിൽ പോലും അവരിങ്ങനെ മോഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ പ്രതികരിച്ചു നിന്നാൽ നമുക്ക് വേറെ ജോലി നടക്കില്ല. ഇപ്പൊ ഈ പ്രചരണത്തിന് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ആളുകൾ പൊറുതിമുട്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതായത് ഇതിപ്പോ നമുക്ക് കാണാൻ സാധിക്കും. യുവാക്കളെ പോലെ തന്നെ ഈ പ്രാവശ്യം പ്രായം ചെന്നവരും സജീവമായിട്ട് ഇറങ്ങി. കാരണം അവർക്കൊക്കെ തന്നെ ഇതിന്റെ ദുഃഖഭാരമുണ്ട്. നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത്. അപ്പോൾ വലിയ ഒരു ജനകീയ മുന്നേറ്റം ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ജനാധിപത്യ മതേതര ഇഷ്യൂസ്, ന്യൂനപക്ഷത്തിന്റെ ഇഷ്യൂസ്, ഇന്ത്യയെ നാണക്കേടിലാക്കിയ പല മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കാര്യം, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിലാണെങ്കിൽ സാധുജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും എടുത്തു കളഞ്ഞത്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയത്, രാജ്യത്ത് ഭരണസ്ഥിരത ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായത്, നിരപരാധികളായ ചെറുപ്പക്കാരെ കയ്യേറ്റം ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ ഉണ്ടായ സംഭവവികാസങ്ങൾ നിങ്ങൾക്കറിയാം. അതുപോലെ എത്രയോ സംഭവങ്ങൾ ആളുകൾ പൊറുതിമുട്ടിരിക്കുകയാണ് ഇവരെ ക്രൂരതയിൽ. അത്തരം വളരെ പ്രധാനമായ പോയിന്റ്സ് പലതും. റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുമോ? റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. വളരെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് E.T. മുഹമ്മദ് ബഷീർ. അഖിലോട്ട് പറഞ്ഞൊപ്പം CB അനുമോദ്, ന്യൂസ് 18.